400 മീറ്റർ വേണ്ടിയാണ്. അപ്പം അത് പ്രൊഡക്ഷന് അവർ പൈസ ഇട്ടേക്കുന്നത് 1 മീറ്ററിന് 120 രൂപയുടെ തുണിയാണ് ഇട്ടേക്കുന്നത്. 20 രൂപ മുതൽ 500 രൂപ വരെ 1 മീറ്ററിന് ഗ്രീൻ മാറ്റ് ആയാലും ബ്ലൂ മാറ്റ് ആയാലും വില ഉണ്ട്. ഞാൻ വന്നേക്കുന്നേ വേറെ പ്രധാന കാര്യം, എൻ്റെ അടുത്ത് ഇന്നലെ കുറെ പേഴ്സണൽ മെസ്സേജ് വന്ന് ഞാൻ 2 സിനിമ എടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പം ചെറിയ ചെറിയ പടങ്ങളാണെന്ന് പറഞ്ഞു, ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രമുഖ ഡയറക്ടറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രോ നമ്മൾ അളിയാന്ന് വിളിക്കുന്നത്, പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, എടാ നീ പറഞ്ഞാത്ത ഒരു കാര്യം കൂടിയിട്ടുണ്ട് ആ പ്രൊഡക്ഷനകത്ത്. അപ്പം ഞാനത് ചോദിച്ചു എന്താ. അപ്പം അവൻ എന്നോട് പറഞ്ഞിട്ട് ഡയലോഗാണ്, എടാ അവൻ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു സിനിമ എടുത്തു. ആ സിനിമയ്ക്കകത്ത് ഏകദേശം ഗ്രീൻ മാറ്റും ബ്ലൂ മാറ്റും കൂടെ 400 മീറ്റർ വേണ്ടി വന്നു. 400 മീറ്റർ വേണ്ടി വന്നപ്പം അത് പ്രൊഡക്ഷന് അവർ പൈസ ഇട്ടേക്കുന്നത് 1 മീറ്ററിന് 120 രൂപയുടെ തുണിയാണ് ഇട്ടേക്കുന്നത്. 20 രൂപ മുതൽ 500 രൂപ വരെ 1 മീറ്ററിന് ഗ്രീൻ മാറ്റ് ആയാലും ബ്ലൂ മാറ്റ് ആയാലും വില ഉണ്ട്. സാധാരണ സിനിമാക്കാരൊക്കെ മേടിക്കുന്നത് നമ്മൾ പ്രൊഡക്ഷനിൽ നേരിട്ട് പോയി മേടിക്കുമ്പോൾ അതൊരു 30 രൂപയുടെയൊക്കെ മേടിക്കുന്നത്. കാര്യം ആ സിനിമ കഴിയുമ്പോൾ എന്തായാലും ചുട്ടിക്കൂട്ടി കളയും, അത്ര സീനുള്ളൂ. അങ്ങനെ 400 മീറ്റർ മേടിച്ച് 1 മീറ്ററിന് 100 അധികം പൈസ, 100 സംതിങ് 120 രൂപയാണ് ഇട്ടേക്കുന്നത്. നമുക്കൊരിക്കലും പ്രൊഡ്യൂസറിലേക്ക് വന്നപ്പോൾ 400 സ്ക്വയർ ഫീറ്റ് ഗ്രീൻ മാറ്റും ബ്ലൂ മാറ്റും കൂടെ എത്ര രൂപ വന്നെന്ന് ചോദിച്ചാൽ ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുവാണെങ്കിൽ വലിയ ഒരു എമൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുമ്പോൾ അവർ എറണാകുളത്ത് പോയി മേടിച്ചത് അതാ പറഞ്ഞത്, അത് ഏകദേശം അവർ മിനിമം 35-40 രൂപയുടെ സാധനത്തിന് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ബില്ലിട്ടത് 100 സംതിങ് രൂപയ്ക്ക് 130 റേഞ്ച് കണ്ടാണ്. അത്ര എമൗണ്ട് ഇട്ടിട്ടാണ് ബില്ലിട്ടത്. അപ്പം ഒരു സെഷൻ തന്നെ ഇത്രയും രൂപ കയറിയ സാധനം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഒരു പ്രൊഡക്ഷന്റെ ഏറ്റവും വലിയ ഒരു ഗ്രീൻ മാറ്റ് ഉണ്ടെങ്കിൽ ഒരു സംഭവം. രണ്ടാമത്തെ കാര്യം, ഏത് സിനിമയ്ക്കകത്ത് വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചെയർ എന്ന് പറഞ്ഞ സാധനം വേണം. ഒരു ചെയറിന് 1200 രൂപ ചെയർ വരുന്ന സാധനം നമ്മളെടുത്ത് ഒരു ദിവസം അവർ വില ഇടുന്നത് 40 രൂപ 50 രൂപയാണ് റെന്റിന് ഇടുന്നത്. അത് ഒരു 20 ദിവസം ആവുമ്പോൾ എത്ര രൂപ ആവുമെന്ന് കൂട്ടി നോക്കുക, ചെയറിന്റെ വിലയായിട്ടുണ്ട്. രണ്ടാമത് സിനിമ ചെയ്യുവാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? രണ്ടാമത് സിനിമ നമ്മൾ ചെയ്യുവാന്നുണ്ടെങ്കിൽ ആ ചെയർ ഏകദേശം ഒരു 25 ചെയർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 രൂപ കിട്ടും, 25,000 രൂപയ്ക്ക് ചെയർ കിട്ടും. ഇത് നമ്മൾ 20 ദിവസം 30 ദിവസം ഷൂട്ടിങ്ങിന് വരുമെങ്കിൽ ആ ചെയറിന്റെ റെന്റ് മാത്രം 35,000-40,000 രൂപ. എന്ന് വെച്ചാൽ 50 രൂപ ഇട്ടാണെങ്കിൽ കൂട്ടി നോക്കാം. 25,000 രൂപ ചെയറിന് 50 ദിവസം 20 ദിവസം ആണെങ്കിൽ തന്നെ 25,000 രൂപ. ഇത് വാങ്ങിയാൽ 25 ആവത്തുള്ളൂ. രണ്ടാമത്തെ സിനിമ നമ്മൾ തുടങ്ങാൻ നേരത്ത് അത്രയും ഉണ്ട്, വിലയുണ്ട്. ഈ 2 കാര്യം മാത്രം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര രൂപ ആണ്. ഇനിയും ഇത് വലിയ ഷോർട്ട് വീഡിയോ അതിന്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ് തൽക്കാലം നിർത്തുവാണ്. ഞാൻ ഓരോ ദിവസവും ഇതേപോലുള്ള ഓരോ അപ്ഡേഷനുമായിട്ട് ഞാൻ വരും. അപ്പൊ നിസാരപ്പെട്ട ഈ നിസാരമല്ല, ഇത് വലിയ പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഇതിപ്പോ ഒരു ചെയറിന്റെ റെന്റിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി മുന്നോട്ട് ഞാൻ ഓരോ പറയുന്ന കാര്യങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് ആയിട്ട് നമുക്കൊരു സിനിമ എടുക്കാം എന്നുള്ളത് ഞാൻ വഴിയെ പറയും.